ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ ധനസഹായത്തോടെ ഗസയിലെ ഫാദർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആൽത്താനി ആശുപത്രിയിൽ പരിക്കേറ്റവരെയും അടിയന്തര പരിചരണം ആവശ്യമുള്ളവരെയും ചികിത്സിക്കുന്നതിനായി പ്രഥമ ശുശ്രൂഷ കേന്ദ്രം സ്ഥാപിച്ചു. ഫലസ്തീനിലെ സിവിലിയന്മാർക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഭക്ഷണമടക്കം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്നതും ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഖത്തർ ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റി ചെയർപേഴ്സൺ മറിയം ബിൻത് അബ്ദുള്ള അൽ അത്തിയ ആവശ്യപ്പെട്ടു. വംശനാശ ഭീഷണി നേരിടുന്ന 8,000-ലധികം ഹോക്സ്ബിൽ കടലാമ കുഞ്ഞുങ്ങൾ ഇനി കടലാഴങ്ങളിലേക്ക്. മാർച്ച് 31 മുതൽ ജൂലൈ അവസാനം വരെ നീണ്ടുനിന്ന സീസണിലാണ് ഇത്രയും കടലാമ കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടത്. ഖത്തറിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കി അധികൃതർ. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 27 ഭക്ഷ്യ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. ഈ വർഷം രണ്ടാം പാദത്തിൽ 85,284 പരിശോധനകളും മുനിസിപ്പാലിറ്റി മന്ത്രാലയം നടത്തി. ഫിബ ബാസ്കറ്റ്ബോൾ ഏഷ്യ കപ്പിനുള്ള ഖത്തർ ദേശീയ ടീമിനെ പ്രഖ്യാപിച്ചു. 31ാമത് ഫിബ ഏഷ്യ കപ്പ് ടൂർണമെന്റ് ഓഗസ്റ്റ് 5 മുതൽ 17 വരെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കും.